എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലിനി. ടാലി പ്രൈം 4.0 റിലീസായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ റിലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണ്, അഡീഷണൽ ആയിട്ട് വന്ന ഫങ്ഷൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ടാലി ലേറ്റസ്റ്റ് റിലീസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ടാലിയാണ് സിസ്റ്റത്തിൽ ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് അപ്ഗ്രേഡ് ടു ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഒരു റെഡിങ്കിൽ ഇവിടെ ഇങ്ങനെ കാണും. ഈ ടൂൾ ബോക്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് അപ്ഗ്രേഡ് ടു ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഗ്രേഡ് നൗ ഒന്ന് ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് 4.0യിലേക്ക് ചേഞ്ച് ആവും. അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് F1 ഹെൽപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഇവിടെ ഒരു റെഡിങ് ഇങ്ങനെ ഹൈലൈറ്റ് ആയി കാണിക്കും. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിലീസ് ഇവിടെ ഓൾറെഡി ആക്റ്റീവായി വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് 4.0 ഇൻസ്റ്റോൾ ആവും. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റോൾ ചെയ്തിരിക്കുകയാണ് 4.0. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിന് താഴെയായിട്ട് ഡാഷ്ബോർഡ് കാണുന്നുണ്ടോ? ഡാഷ്ബോർഡ് കാണുന്നുണ്ടെങ്കിൽ 4.0യുടെ പ്രത്യേകതയാണ്. ഡാഷ്ബോർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ടാലി കൂടുതലായിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ടാലിയുടെ റിപ്പോർട്ട്സുകൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ബിസിനസ് എൻ്റർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ, ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ഈ ഡാഷ്ബോർഡ് ഉപയോഗിക്കാം. ഇപ്പോൾ സെയിൽസ് ട്രെൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ സെയിൽസ് ട്രെൻഡിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ സെയിൽസിൻ്റെ ഏരിയ നമുക്കിവിടെ ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഏരിയയിലൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാഷ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് അത് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ ഏരിയയിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിലൂടെ ഒരൊറ്റ സ്ക്രീനിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. റിസീവബിൾസ് ആൻഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങോട്ട് കിട്ടാനുള്ള ഏതൊക്കെ ബില്ലുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഏതൊക്കെ ബില്ലുകൾ ഈ ഓവർ ഡേറ്റ്, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് എന്തൊക്കെ ബില്ലുകൾ പാസ്സാകാനുണ്ട്, എത്ര എമൗണ്ടിൻ്റെ ബില്ലുകൾ പാസ്സാകാനുണ്ട്, ഇതെല്ലാ വിവരങ്ങളും നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് ഓരോ ആൾക്കാരുടെ ഓരോ പാർട്ടിയുടെയും ലെഡ്ജറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇൻഫർമേഷൻസ് റിലേറ്റഡ് ആവുന്ന കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, എത്രത്തോളം ക്യാഷ് ബിസിനസ്സിനകത്ത് പുറത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏരിയയാണ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് പൊസിഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പൊസിഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഡാഷ്ബോർഡ്. ഇത് 4.0യുടെ ലേറ്റസ്റ്റ് റിലീസിൻ്റെ പ്രത്യേകതയാണ്. വന്ന മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഓൾട്ട് എം ഷെയറിനകത്ത് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നമുക്കിവിടെ അതേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഡേ ബുക്ക് നമുക്ക് മറ്റൊരാൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ മെയിൽ ID കൊടുക്കുക. ഏത് മെയിലിലേക്കാണോ പോകേണ്ടത് അത് ന്യൂ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ ഷെയറിന് മറ്റ് കോൺഫിഗറേഷൻസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേഴ്സ് ഇപ്പം നമുക്ക് വാട്സപ്പ് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് എക്സലിൽ നിന്ന് ടാലിയിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും കൂടെ 4.0യിൽ വന്നിരിക്കുകയാണ്. അപ്പം മെയിനായിട്ട് വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ്, ഷെയർ, ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള അഡീഷണൽ ഫങ്ഷൻസ് ടാലി അപ്ഗ്രേഡ് ചെയ്തു എന്ന് വേണം 4.0യിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് കാണാം. താങ്ക് യു.